ജനത്തിന്റെ ദുരവസ്ഥ മാറണമെങ്കിൽ ജനം പശ്ചാത്തപിച്ച് തിരിച്ച് ദൈവത്തിന്റെ പക്കലേക്ക് വരണം. അപ്പോൾ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മുടെ സ്വന്തം വഴിക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് വൃത്തപത്രം വീട്ടിൽ നൽകി പന്തിക്കൂട്ടി കിടന്ന് കഷ്ടപ്പെടുന്ന പോലെയുള്ള നരക രാജ്യത്തിന്റെ ഭീകര ദുരന്ത അനുഭവങ്ങളിലേക്ക് ചെന്ന് പെടുക എന്നുള്ളതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നുള്ള ഈശോയുടെ അനുശാസനത്തെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെ കുറിച്ച് നാം എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 55-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 3-ാമത്തെ യാചന, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. തിരുമനസ്, അതേപറ്റി നമ്മൾ ചിന്തിക്കുകയായിരുന്നു. തിരുമനസ്, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് എന്ന് നമ്മൾ കാണുമ്പോൾ തിരുവചനം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ദർ ഇസ് എ പെർമിറ്റിംഗ് വിൽ ഓഫ് ഗോഡ്. അനുവദിക്കുന്ന ഒരു മനസ്സ് ദൈവം ചിലപ്പോൾ എടുക്കും. അത് തിരുമനസ്സല്ല, ഒരു മനസ്സില്ലാ മനസ്സോടെ അനുവദിക്കുന്നു മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മൾ ചിന്തിച്ച് വരിക, യൂദാസന്റെ അനുഭവം നമ്മൾ കണ്ടു. നീ ചെയ്യാതിരിക്കുന്ന വേഗം ചെയ്യുക എന്തുകൊണ്ട് ഈശോ പറഞ്ഞത്. തുടർന്ന് നമ്മൾ ബൈബിളിലെ വളരെ പ്രത്യേകതയുള്ള ഒരു വചനഭാഗം, സാമുവേലിന്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിൽ രാജാവിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ജനങ്ങൾ, ശ്രേഷ്ഠന്മാർ സാമുവേലിന്റെ മക്കള്. അപ്പം ദൈവം പറയുന്നു, ജനത്തെ അനുസരിക്കുക, അവിടെ വാക്ക് വെച്ച് നീ പെരുമാറിക്കൂ. അങ്ങനെ തന്റെ തിരുമനസ് മാറ്റി വെച്ചിട്ട് ജനം പറയുന്ന അനുസരിക്കാനായിട്ട് ദൈവം ഒരു പ്രവാചകൻ പറയുന്ന ഏകരംഗമാണിത് എന്ന് പറയാം. അങ്ങനെ എന്നിട്ട് ദൈവം സാവൂളിനെ രാജാവായിട്ട് കൊടുക്കുന്നു. ദൈവം തന്നെ മുൻകൈയെടുത്ത് വളരെ സന്മനസ്സോടെ പറയുണ്ടായി, നമ്മളാരെങ്കിലും മനസ്സില്ലാ മനസ്സോടെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നാൽ മിനിമത്തെ ചെയ്തു വിടും. ഇവിടെ ദൈവം ഒരിക്കലും അങ്ങനെയല്ല. ദൈവത്തിന് ഒരിക്കലും മിനിമം ഇല്ല. മാക്സിമം ദൈവം എപ്പോഴും നന്മ നിറഞ്ഞവനാണ്. ദൈവം എന്നത് അളവില്ലാത്ത സകല തന്നെ സ്വരൂപനാണ്. അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ഇപ്പൊ രാജാവിന് വേണ്ടി ഒരു നിർബന്ധം പിടിച്ചിട്ട് രാജാവിനെ കൊടുക്കുമ്പോൾ പോലും ആ സമൂഹത്തിൽ അന്നുണ്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ തന്നെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്ന. സാവൂൾ നല്ല ഉയരവും രാജാവാങ്ങളെ പേഴ്സാട്ടി എല്ലാം ഉള്ള യുവനെ തന്നെ ദൈവം മുൻകൈയെടുത്ത് കഴുതകളെ കാണാതെ പോകുന്ന അനുഭവം ഉണ്ടാക്കിയിട്ട് അതിനെ തപ്പി അവനെ വീട്ടിൽ നിന്ന് ഇറക്കി 3 ദിവസം നടത്തിച്ച് കാർമലമലയിൽ എത്തിച്ചിട്ട് തലേദിവസം തന്നെ സാമുവോട് പറഞ്ഞു, നാളെ ഒരുവൻ ഇവിടെ എത്തിക്കുന്ന വയസ്സ് കണ്ടതാണ്. എന്നിട്ട് അവന് അഭിഷേകം കൊടുക്കുന്നു, നിറഞ്ഞ അഭിഷേകം. എന്നാലും അവനെ സമൃദ്ധമായിട്ട് കൊടുത്തു. അങ്ങനെ പ്രവചിക്കുന്ന ആളായിട്ട് മാറി സാവൂള് രാജാവായിട്ട് തീരുകയാണ്. പക്ഷെ ഇവരെ സംഭവിക്കുന്നത് നമുക്കറിയാം. സാമുവേൽ 1-ാം പുസ്തകം വായിച്ചു വരുമ്പം 15-ാം അധ്യായം 16-ാം അധ്യായം വരുമ്പോഴേക്കും ദൈവത്തിന്റെ വചനം സാമുവേൽ വഴി കിട്ടിയത് അനുസരിക്കാതെ സാമുവേല് ദൈവത്തെ തിരസ്കരിച്ച് ദൈവത്താൽ തിരസ്കൃതനാകുന്നു. അവസാനം ദൈവത്തിന്റെ സഹായം തേടാതെ കിട്ടാതെ യുദ്ധത്തിന് പോയിട്ട് ആത്മഹത്യയിൽ അവസാനിക്കുന്നു. അങ്ങനെ സാവൂളിന്റെ ആത്മഹത്യയും അദ്ദേഹത്തിന്റെ മക്കളുടെ രാജകുമാരന്മാരുടെ മരണവും പറഞ്ഞുകൊണ്ടാണ് സാമുവേൽ 1-ാം പുസ്തകം അവസാനിക്കുന്നത്. 2-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, 2-ാമത്തെ രാജാവിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു, ദാവീദാണ്. അവിടെയും വീണ്ടും ദൈവം ഒരു പിശുക്കും ഒരു അതൃപ്തിയും കാണിക്കാതെ ആ സമൂഹത്തിലെ ജനതയിലെ ഇസ്രായേലിലെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആയ അടുത്ത യുവാവിനെ, ദാവീദിനെ, ജസ്സയുടെ മകൻ, ഏറ്റവും ഇളയ മകൻ, നിരന്തരം ദൈവാനുഭവത്തിൽ നിറഞ്ഞ് ആടുകളെ മേയിച്ചുകൊണ്ട് മലഞ്ചരിലായിരിക്കുമ്പോൾ പോലും നിരന്തരം കിന്നരം വായിച്ച് ദൈവത്തെ സ്തുതിച്ച് ആ ദൈവസ്തുതികളെല്ലാം കുറിച്ച് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമുക്കറിയാം. ദൈവമായ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നാണ് 1 സാമുവേൽ 16-ാമത്തെ അധ്യായത്തില് 19-ാം വാക്യത്തിൽ അവനെ കുറിച്ച് സേവകന്മാര് കൊട്ടാരത്തിൽ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് കൂടെയുള്ള വ്യക്തി, ദൈവം കൂടെയുള്ള വ്യക്തി, അതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് ബൈബിളില് ഒരു വ്യക്തിയെ കുറിച്ച് കൊടുക്കാനില്ല. ഈശോ തന്നെ പറ്റി തന്നെ പറയുന്നതാണല്ലോ, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഗബ്രിയേൽ മാലാഖ മറിയത്തെ മംഗളവാർത്ത അറിയിക്കുമ്പോൾ കർത്താവ് നിന്നോട് കൂടെ എന്നാ പറയുന്നത്. പൂർവ്വപിതാവ് ജോസഫിനെ കുറിച്ച് ഉൽപ്പത്തി 39 4 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത്. പിന്നീട് പറവടും വരത്തും പറവ പറയുന്ന അവന്റെ ഇതാണ്, ദൈവത്തിന്റെ ആത്മാവ് കൂടിയുള്ളത്. ഇവനെ പോലെ വേറെ ഒരാളെ കണ്ടെത്താൻ നമുക്ക് പറ്റത്തില്ല. ഇത് നോക്കിയാലും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തി യോസഫ്, പൂർവ്വപിതാവ് യോസഫ്. മോശയുടെ കരുത്ത് മുഴുവനും ദൈവം കൂടെയുള്ള വ്യക്തിയായിരുന്നു.
അങ്ങനെ ബൈബിളിൽ എപ്പോഴും കാണാം. എമ്മാനുവേൽ എന്ന പേര് തന്നെ ഭൂമിയിലേക്ക് വരുന്ന മിശിഹായായിട്ട് വരുന്ന വ്യക്തിക്ക് കൊടുക്കാനായിട്ട് പ്രവാചകന്മാര് പറഞ്ഞതിന്റെ കാരണം ദൈവം നമ്മോട് കൂടെ, ദൈവം കൂടെയുള്ളവരായി മാറണം. നമ്മൾ പെന്തക്കോസ്താ ദിവസം ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരുടെ മേലും വർഷിക്കപ്പെടുന്നു. ദൈവം കൂടെയുള്ളവരായി ചെറിയവരും വലിയവരും വൃദ്ധരും ബാലരും യുവാക്കളും എല്ലാവരും മാറുന്ന അനുഭവം, അതാണ് ശരിക്കും ദൈവരാജ്യ അനുഭവം. അങ്ങനെ ദൈവരാജ്യ അനുഭവത്തിന് കഴിഞ്ഞിരുന്ന ഒരു യുവാവായിരുന്നു ദാവീദ്. ആ ദാവീദിനെ തന്നെയാണ് ദൈവം രാജാവായിട്ട് വാഴിക്കുന്ന രണ്ടാമത്തെ രാജാവ്. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് നമുക്കറിയാം. കൊട്ടാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദാവീദിന്റെ ദൈവ അനുഭവം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. സുഖലോലുപത, ആഡംബരഭ്രമം, അധികാര പ്രമത്തത, ജഡികാസക്തി, അങ്ങനെ എല്ലാം വന്നിട്ട് ബേത്ശേബയുമായുള്ള പാപം ഊറിയായെ കൊല്ലിക്കുന്നു. പിന്നെ ദൈവത്താൽ തിരസ്കൃതനാകുന്ന നാഥാമെന്ന് വഴക്ക് പറയുന്നത് നമുക്ക് കാണാം. സാമുവേൽ 2-ാം പുസ്തകം 11-12 അധ്യായങ്ങളൊക്കെ. ആ കുടം മുഴുവൻ തകരുന്നു. ദാവീദ് കരഞ്ഞ് കെഞ്ചി അനുദമിച്ച് തിരിച്ചു കയറി വന്നു. അങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് ദാവീദിന്റെ കുടം പോകുന്നു, ജനങ്ങൾ പോകുന്നു. ദാവീദിന്റെ മകൻ അബ്സലോം രാജാവിനെതിരെ യുദ്ധത്തിന് ഇറങ്ങുന്നു. മകനെ പേടിച്ച് അപ്പൻ കൊട്ടാരം വിട്ട് ഒളിച്ചോടേണ്ടി വരുന്നു. ജനം രണ്ടായി. ദാവീദിന്റെ സൈന്യം മകന്റെ സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അബ്സലോം കൊല്ലപ്പെടുന്നു. അങ്ങനെ ഒത്തിരി ദുരന്തങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് 3-ാമത്തെ രാജാവായിട്ട് സോളമൻ വരുന്നു. സോളമനെ വരുമ്പോൾ നമുക്കറിയാം, സോളമന് ഏറ്റവും പ്രതാപവാനായ രാജാവ്. കൊട്ടാരം പണി കഴിപ്പിച്ചു, ദേവാലയം പണി കഴിപ്പിച്ചു, 1000 ബലിയർപ്പണങ്ങൾ നടത്തി. ദൈവത്തിന്റെ വലിയ വിജ്ഞാനം നിറഞ്ഞു. ദൂര രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാര് സോളമനെ കാണാൻ വരുന്ന ഷീബ രാജ്യങ്ങൾ നമുക്കറിയാം. അങ്ങനെയൊക്കെ വലിയ പ്രതാപം നിറഞ്ഞ് ജീവിച്ചുവെങ്കിലും സോളമൻ അവസാനം ദയനീയമായിട്ട് അധപതിച്ച് ദൈവത്താൽ തിരസ്കൃതനാവുകയാണ്. അനേകം വിദേശ വനിതകളെ പ്രേമിച്ച് അവരുടെ ഒരു പാവയെ പോലെ സോളമനായിപ്പോയി എന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം പറയുന്നുണ്ട്. അങ്ങനെ ഈ വിജാതീയ രാജ്ഞിമാര് കൊണ്ടുവന്ന 1000-ഓളം പേരാണ് അവർ കൊട്ടാരത്തിലുള്ളത്. അവർ കൊണ്ടുവന്നതായ ദേവീദേവന്മാർക്ക് വേണ്ടി കാവും അമ്പലങ്ങളും ഉണ്ടാക്കി. ഇത് മാത്രമല്ല, അവിടെ ധൂപാർച്ചനയും പൂജയും നടത്താനായിട്ട് സോളമൻ തയ്യാറായി. കാരണം അതുപോലെ ഒരു അധപതിച്ച അവസ്ഥ സോളമനുണ്ടായി, അവിടെ കാണാൻ പറ്റും. അങ്ങനെ ദൈവത്താൽ തിരസ്കൃതനായി അവസാനിക്കുകയാണ്. ഈ 3 പേര് മാത്രം, സാവൂള്, ദാവീദ്, സോളമൻ, ഇവര് മാത്രമാണ് ജനത്തെ ഒന്നായി കണ്ട് നയിച്ചത്. പിന്നീട് രാജ്യം തന്നെ 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു. യൂദ, ഇസ്രായേൽ, 10 ഗോത്രങ്ങൾ ഒരിടത്ത്, 2 ഗോത്രങ്ങൾ മറുവശത്ത്. ഇന്ത്യയും പാകിസ്ഥാനും തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ 2 കൂട്ടരുടെ ഏറ്റവും വലിയ ശത്രു മറ്റേ ആളായി മാറി. പാകിസ്ഥാന്റെ ശത്രു ഇന്ത്യ, ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പോലെ യൂദായും ഇസ്രായേൽക്കാരും പരസ്പരം ശത്രുതയിലായി. പിന്നെ വന്ന രാജാക്കന്മാര് 99% എന്ന് പറയാം. അവർക്ക് ആർക്കും ദൈവത്തെ വേണ്ട, പ്രവാചകന്മാരെ വേണ്ട, ദൈവകൽപ്പന വേണ്ട, നീതിയില്ല, സ്വാർത്ഥത, അധികാര പ്രമത്തത, അനീതി, അന്യായം, വിഗ്രഹാരാധന. അങ്ങനെ ഇസ്രായേൽ ജനതയാകെ തിന്മയിൽ പൂണ്ട് ദൈവത്തിന്റെ സാന്നിധ്യമില്ല, പ്രവാചകന്മാരെ ആർക്കും വേണ്ട, നശിക്കുന്നു. അതിന്റെ അങ്ങേയറ്റം എത്തുമ്പോഴാണ് നമ്മൾ കാണുന്നു ജെറേമ്യ എന്ന ബാലനെ വിളിച്ച് അദ്ദേഹത്തെ വലിയ മുന്നറിയിപ്പുമായിട്ട് അയക്കുന്നു. ആ മുന്നറിയിപ്പ് പക്ഷേ ജെറമ്യയുടെ പുസ്തകത്തിൽ കാണാം, ജനം അവഗണിക്കുകയാണ്, രാജാക്കന്മാർ അവഗണിക്കുകയാണ്. ജെറമ്യയെ പരിഹസിക്കുന്നു, മുക്കാലി കെട്ടി അടിക്കുന്നു, കിണറ്റി പിടിച്ചിടുന്നു, തടവിലിടുന്നു. അങ്ങനെ ജെറമ്യ തന്നെ പരിഹാസ വിഷയമായി മാറുന്നുണ്ട്. ജെറമ്യയുടെ പുസ്തകം 20 കാണാം. ജെറമ്യ തന്നെ ഞെരുങ്ങ ഉള്ളില് ദൈവത്തിന്റെ നൊമ്പരത്തിന്റെ അഗ്നി കത്തുന്ന പ്രവാചക പറയാനായിട്ട് മറുവശത്ത് സമുദ്രത്തിലേക്ക് ഇറങ്ങുമ്പോഴെല്ലാം ഇവരെ കാണുമ്പോഴേ ആണ്ട വരുന്നു, അക്രമം, നാശം എന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞത് ജെറമ്യ 20 ജെറമ്യ തന്നെ ദൈവത്തോട് ഉറക്കടിക്കുന്നുണ്ട്. ഞാൻ ജനത്തിന് മുഴുവൻ പരിഹാസ വിഷയമായിരിക്കുന്നു. എന്നെ കാണുമ്പോൾ തന്നെ ഇതാ വരുന്നു, അക്രമ നാശവും ജനങ്ങൾ പരിഹസിക്കുകയാണ്. അവിടെ ഇനി ഞാൻ നിന്റെ വാക്ക് പറയുകയല്ല എന്ന് പോലും ജെറമ്യ വിഷമിച്ചിട്ട് ദൈവത്തിന്റെ മക്കൾ വഴക്കടിക്കുന്നുണ്ട്. ജെറമ്യ 20-7 വാക്യങ്ങള്. പക്ഷേ തന്റെ ഉള്ളിൽ അഗ്നി അടച്ചിട്ടിരിക്കുന്നത് അനുഭവപ്പെട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെയും പറയുകയാണ്. പക്ഷെ അതിനൊരു ഫലം ഉണ്ടായില്ല. അങ്ങനെ വന്ന് ജെറമ്യയുടെ പുസ്തകം അവസാന അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാം. 52-ാമത്തെ അധ്യായത്തില് ജെറുസലേമിന്റെ നാശം. നെബൂഖദ്നേസർ രാജാവ് ജെറുസലേം ആക്രമിച്ച് പ്രതിരോധം ഏർപ്പെടുത്തി, ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ പഞ്ഞും പട്ടിണിയായി അത് ആക്രമിച്ചു, തകർത്തു, കൊട്ടാരമെല്ലാം നശിപ്പിച്ചു, ദേവാലയമെല്ലാം അഗ്നിക്കരയാക്കി, കല്ലുകളൊക്കെ ചിതറിച്ചു കളഞ്ഞു. ഒളിച്ചോടിയ, രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ രാജാവിനെ ഭക്തന്മാരെയും വാളിനിരയാക്കി. 10-11 വാക്യങ്ങള് 52-ാം അധ്യായത്തില് ബാബിലോൺ രാജാവ് സദേക്കിയുടെ പുത്രന്മാരെ അവന്റെ മുമ്പിൽ വെച്ച് കൊന്നു.
യൂദയിലെ പ്രമുഖന്മാരെ റിബ്രായിൽ വെച്ച് വധിച്ചു. അവർ സിദെക്കീയ രാജാവിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അവരെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി മരണം വരെ കാരാഗൃഹത്തിലടച്ചു. അങ്ങനെ അവസാനം കണ്ട കാഴ്ച തന്റെ മക്കളുടെ കൊലപാതകം, രക്തച്ചൊരിച്ചിൽ, മരണം, കണ്ണുകളുടെ ചൂട് നിറക്കപ്പെട്ട അവസ്ഥയില് 31 വാക്യം പറയുകയാണ്, 38 വർഷത്തോളം കാരാഗൃഹത്തിൽ കടന്നു. ജനം മുഴുവൻ പ്രവാസത്തിലേക്ക് പോയി. അങ്ങനെ ഭീകരമായ ദുരന്തത്തിലേക്ക് ജനം പോകുന്നു ഈ രാജാക്കന്മാരുടെ നിമിത്തം. അടുത്ത പുസ്തകം നമ്മൾ വായിക്കുന്നത് വിലാപത്തിന്റെ പുസ്തകമാണ്. വിലാപങ്ങള് 5 അധ്യായങ്ങളായിട്ട് വിലാപ കാവ്യങ്ങളാണ്. അത് വായിക്കുമ്പം 1 വാക്യം, 1 വാക്യം, ഒരിക്കൽ ജനതയുടെ നഗരം ഇന്നത്തെ ഏകാന്തമായിരിക്കുന്നു, ജനതകളുടെ ഉന്നതിയായിരുന്ന വിധവയെ പോലെ ആയിരിക്കുന്നു, അവിടുത്തെ കപ്പം കൊടുത്ത് വിഷമിച്ച് കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വളരെ ദയനീയമായ വിലാപത്തിന്റെ കാര്യങ്ങളാണ്. 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലിക്ക് ചിതറിക്കിടക്കുന്നു, അവിടെ ഭക്തന്മാര് കരിക്കട്ടയെ പോലെയായി, കുഞ്ഞുങ്ങള് പാലിന് വേണ്ടി കെഞ്ചുന്ന, ഭക്ഷണത്തിന് വേണ്ടി ഒന്നും കിട്ടുന്നില്ല. 10-ാം വാക്യം, കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു, എന്റെ ജനത്തിന്റെ പുത്രന്റെ വിനാശത്തിന്റെ നാളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു. ഇങ്ങനെ ഭീകരമായ ദുരന്തങ്ങൾ പറഞ്ഞ് വിലപിക്കുകയാണ്. 5-ാം അധ്യായത്തിന് 7-ാം വാക്യം, ഇവര് വിലപിക്കുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ പാപിച്ചത്, അവർ മരിക്കുകയും ചെയ്തു, ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു, അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു, അവിടെ കഴിഞ്ഞ് ഞങ്ങളെ മോചിപ്പിക്കാൻ ആരുമില്ല. ഇങ്ങനെ വിലപിക്കുമ്പോൾ ഇതാണ് 1 സാമുവേൽ 8-ന്റെ 18-ാം വാക്യത്തില് തമ്പുരാൻ അന്ന് പറഞ്ഞു, നിങ്ങൾ തങ്ങിരിക്കുന്ന രാജാക്കന്മാർ നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും, നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയില്ല. ദൈവം പ്രാർത്ഥന കേൾക്കാത്തത് ഞങ്ങൾ രക്ഷിക്കാൻ ആരുമില്ല. ഇവർ കരയുകയാണ്. 70 വർഷം നീണ്ട ബാബിലും അടിമത്തം, 3 തലമുറ അങ്ങനെ കഴിയുകയാണ്. ദൈവം ഇടപെടാത്തതിന്റെ കാരണം ദൈവം അവരെ മനസ്സിൽ ഉപേക്ഷിച്ചിരിക്കുന്നതല്ല, വെറുത്തതല്ല, ദൈവം കഠിനത കാണിക്കുന്നതല്ല. നമുക്കറിയാം, പന്നിക്കുട്ടി കിടന്നുകൊണ്ട് തോർത്തപുത്രൻ പഞ്ഞം കിടന്ന് വിഷമിക്കുമ്പം, കരയുമ്പം, പന്നിയുടെ തട്ടുമുട്ടുവേറ്റ് മുറിഞ്ഞ് വിഷമിക്കുമ്പം, അത് അപ്പൻ അവനെ ശിക്ഷിച്ച് ഉപേക്ഷിച്ചിരിക്കുന്നതല്ല, അവന്റെ സ്വതന്ത്ര മനസ്സിൽ അവരുടെ തീരുമാനം വെച്ചെന്ന് പെട്ടിരിക്കുന്ന ദുരന്താവസ്ഥയാണ്. ഇവിടെ ജനം ദൈവത്തിന്റെ മനസ്സ് വിട്ടിട്ട് സ്വന്തം മനസ്സ് നിർബന്ധം പറഞ്ഞ് ദൈവത്തിന്റെ മക്കളെ പിടിച്ചു പറിച്ചെടുത്ത അനുവാദവുമായിട്ട് ചെന്നുപെട്ട അവസ്ഥയാണ്. ഇത് മാറണമെങ്കിൽ ധൂർത്തപുത്രൻ തിരിച്ച് അപ്പന്റെ വീട്ടിൽ വന്നാലേ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ജനത്തിന്റെ ദുരവസ്ഥ മാറണമെങ്കിൽ ജനം പശ്ചാത്തപിച്ച് തിരിച്ച് ദൈവത്തിന്റെ മക്കളിലേക്ക് വരണം, അപ്പോൾ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മുടെ സ്വന്തം വഴിക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്, ധൂർത്തപുത്രൻ വീട്ടിൽ നൽകി പന്നിക്കുട്ടി കിടന്ന് കഷ്ടപ്പെടുന്ന പോലെയുള്ള നരക രാജ്യത്തിന്റെ ഭീകര ദുരന്ത അനുഭവങ്ങളിലേക്ക് ചെന്ന് പെടുക എന്നുള്ളതാണ്. ഇത് ഇത്ര ഞാൻ പറഞ്ഞത്, ഇതൊരു വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വളരെ നാടകീയമായ വ്യക്തമായ ഒരു അനുഭവ വിവരണമാണ്, ചരിത്രമാണ്. എന്താണ് കാരണം? ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല്, തിരുമനസ് മാറ്റിവെച്ചിട്ട്, അത് അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും അതിനെ മനഃപൂർവ്വം തിരസ്കരിച്ചുകൊണ്ട് സ്വന്തം മനസ്സനുസരിച്ച് പോകാൻ ദൈവത്തെ നിർബന്ധിച്ചു. ദൈവം അത് മനസ്സില്ലാ മനസ്സോടെ അനുവദിച്ചു. അതാണ് പെർമിറ്റിംഗ് വിൽ ഓഫ് ഗോഡ്. അങ്ങനെ വന്നപ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഭീകരമായ ദുരന്തമാണ്. അപ്പൊ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് കർത്തൃ പ്രാർത്ഥനയിൽ 3-ാമത്തെ യാചന ഈശോ നമുക്ക് തരുമ്പോൾ, സ്വർഗത്തിലെ ദൈവം ഈശോ വഴി നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിന്റെ തിരുമനസ്സിൽ മാത്രമാണ് സ്വർഗീയ അനുഭവമുള്ളൂ. ആദോ ഹവയും ദൈവത്തിന്റെ തിരുമനസ് എന്താണെന്ന് അറിഞ്ഞിട്ടും സാത്താന്റെ പ്രേരണ വെച്ച് സ്വന്തം തീരുമാനവുമായിട്ട് നീങ്ങി സാത്താനെ അനുസരിക്കാൻ തീരുമാനമെടുത്തു. അത് ദൈവം സ്വതന്ത്ര മനസ്സാണ്. നമ്മൾ നേരത്തെ കാണുകയുണ്ടായി, ദൈവം നമുക്ക് നൽകിയ സ്വതന്ത്ര മനസ്സിൽ എപ്പോഴും മാനിക്കും. ബലമായിട്ട് നിർബന്ധമായിട്ട് നമ്മളെ വരച്ചവരെ കൊണ്ടുപോവുകയല്ല. ദൈവത്തിന്റെ നന്മയുടെ ആധിക്യം കൊണ്ട്, ദൈവത്തിന്റെ നന്മയുടെ നിറവ് കൊണ്ടാണ് ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നതും ആ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതും. പക്ഷെ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗിച്ചിട്ട് പോയാൽ നമ്മൾ നരകരാജ്യത്തിലേക്ക് ഇറങ്ങുന്നത്, നരകീയമായ എല്ലാ ദുരവസ്ഥയും വന്ന് ഭവിക്കും. അവിടെ തിരിച്ചു കയറാനുള്ള മാർഗമാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന വഴി ഈശോ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങയുടെ നാമം പൂജിതമാകണം നമ്മൾ കണ്ടു കഴിഞ്ഞു, അങ്ങയുടെ രാജ്യം എന്ന് കണ്ടു കഴിഞ്ഞു. അതിന്റെ ഫലമാണ് സ്വർഗീയ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരേ സെഷനിൽ ബാക്കി കാണാം. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.